ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പേന ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ ഇതേപോലെ 3 വള്ളിയാണ് എടുത്തേക്കുന്നത് ടങ്കീസ്. പക്ഷേ ഇത് എലാസ്റ്റിക് ടൈപ്പ് അല്ല, നമുക്ക് ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ കെട്ടിട്ടതിൻ്റെ ബാക്കി വരുന്ന നൂല് ഇവിടെ ഗ്ലൂ ഒട്ടിച്ച് നന്നായിട്ട് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. നേരെ താഴേക്ക് വലിച്ച് ഇതേപോലെ നമ്മൾ ചുറ്റി കൊടുക്കും. അത് കഴിഞ്ഞ് അതങ്ങ് കട്ട് ചെയ്ത് കളയാം, അപ്പോൾ പോരത്തേ ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഈ 3 എണ്ണത്തിൽ നടുക്കത്തെ നൂലിൻ്റെ ഉള്ളിൽ കൂടി ഇതേപോലെ ലെറ്റേഴ്സ്, ഫ്ലവേഴ്സ്, നമുക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ നമുക്ക് കയറ്റാം. എന്നിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3 ഒരേപോലെ ലെവലിൽ പിടിക്കുക. കയറി ഇറങ്ങി പോകുമ്പോൾ കളേഴ്സ് മാറും, അപ്പോൾ ഒരു ഭംഗി കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ടൈറ്റായിട്ട് പിടിച്ച് നമുക്ക് ചുറ്റി കൊടുക്കാം. ഇതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കെട്ടിടാൻ നമുക്കപ്പോൾ അത് ഒരു വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ ഇതിൽ ഓരോ നൂല് കഴിയുന്നത് ഞാൻ ഇതേപോലെ താഴേക്ക് പിടിച്ച് താഴേക്കിടും. അത് കഴിഞ്ഞ് ബാക്കി 2 എണ്ണം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് ഒരെണ്ണം വരെ ഇതേപോലെ ചുറ്റിയെടുത്തിട്ട് ഇത് നീണ്ട് കിടക്കുന്നുണ്ടോ കുറച്ച് വന്നത്, അപ്പോൾ അത് 2-3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ വൃത്തി കിട്ടും. ഇതേപോലെ എല്ലാ പ്രാവശ്യം ഞാൻ കാണിക്കുന്ന പോലെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ഇട്ട് ഇത് ടൈ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചൂരിയെടുക്കുമ്പോൾ 3-4 റൊട്ടേറ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഇത് പോവത്തില്ല, ലൂസാവത്തില്ല, ഒന്നും ആവില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ബ്ലൂ ഹെയർ ബോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മെറ്റൽ ഹെയർ ബോയുടെ അടിയിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തത്, നമ്മൾ കെട്ടൊന്നും ഇടാതെ ആ ഒരു മോഡലാണ് ഈ പെന്നിനും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ബ്ലൂവിൽ വൈറ്റ് വരുന്ന ഞാൻ ചെയ്തത്, അപ്പോൾ അതിലുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് 2 സൈഡും ഒന്ന് ജസ്റ്റ് ഉരുക്കി കൊടുക്കാം. അത് സെറ്റായി. അപ്പം നമ്മുടെ പെന്നിൻ്റെ ബേസ് ആയി. ഇനി നമുക്കൊരു ഹാങ്ങിങ്ങും കൂടി ആക്കാം. അപ്പോൾ അതിന് ഞാൻ ഇതേപോലെ കുറച്ച് ബീഡ്സ് എടുത്തിട്ട് നമ്മൾ റൗണ്ട് ബീഡ്സ് അങ്ങനെ ഓവൽ ഷേപ്പിലുള്ളതൊക്കെ എടുക്കുക. എന്നിട്ട് ഹാർട്ടാണ് ഞാൻ തൂക്കിയിടാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കയറ്റി, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാം. അല്ല പല ഡിസൈൻസ് ഉണ്ട്, ബട്ടർഫ്ലൈ വെക്കാം, റോസ് വെക്കാം, അങ്ങനെ ഓരോന്നും വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ കളേഴ്സ് ആണെങ്കിലും ടങ്കീസിൻ്റെ പല കളേഴ്സ് ഉണ്ട് ചേരുന്ന, ക്രീമും വൈറ്റും പിങ്ക്, അങ്ങനെ ഏതിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവേ. നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു കെട്ട് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ് ഞാൻ ഈ ഹാർട്ട് ഇട്ടിട്ട് ആ കെട്ടിൻ്റെ മുകളിലാണ് എൻ്റെ ഈ 2ാമത്തെ കെട്ട് പോയി വീഴുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും ഹാർട്ട് ഇതേപോലെ നല്ല ഭംഗിയിൽ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെൻസിലേലും ഒക്കെ നമുക്ക് ഇതേപോലെ ഡിസൈൻസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.